ഇന്നൊന്ന് ഞെട്ടിക്കാം. നല്ല കുട്ടിയല്ലേ, പ്ലീസ് ഇന്ന് സമ്മതിക്ക്. ആ കിഴങ്ങൻ താമസിച്ചല്ലേ വരൂ. വേണ്ടട നീരജെ, പിന്നെ ഒരിക്കലാവാം. വല്ലാത്തൊരു പേടി. പിന്നെ നിന്റെ വർത്തമാനം കേട്ടാൽ ഇതാദ്യമാണെന്ന് തോന്നുമല്ലോ. അതല്ലടാ, എങ്ങാനും വല്ലതും അയാൾ വന്നാലോ? ഇല്ല മോളു, വന്നാൽ ഞാൻ പുറകിൽ കൂടെ ഓടിക്കോണം. ശരി, എന്നാ പെട്ടെന്ന് വാ. മോള് ഉറങ്ങിയോ? എപ്പോഴേ ഉറങ്ങി. എങ്കിൽ ആ ബാക്ക് ഡോർ തുറന്നിട്ടേക്ക്. നിനക്കെന്താടി നിന്റെ കെട്ടിയവനോട് ഇത്ര വൈരാഗ്യം? പറ്റിയ മുതലല്ലേ. അയാളുടെ മുഖം കാണുമ്പോൾ എനിക്ക് ഭ്രാന്താവും. അയാളുടെ തലയിൽ എന്നെ വെച്ച് കെട്ടി വീട്ടുകാർ ഒഴിഞ്ഞതാ. എൻ്റെ ഒരു ഗതികേട്. അവൻ്റെ ഒരു കൂറ സൈക്കിളും അഴിഞ്ഞ മോന്തയും. എൻ്റെ ഈ തൊലിവെളുപ്പ് കണ്ട പട്ടി പുറകെ നടക്കുന്ന പോലെ നടക്കുന്നത്. അല്ലാതെ ശരിക്കുമുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അതൊക്കെ പോട്ടെ, നിനക്ക് ഞാനില്ലേ? ഞാൻ നിന്നോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? എന്റെ പരിമിതികളിൽ നിന്നും നിന്നെ സംരക്ഷിച്ചത്. ഒരു ഞായറാഴ്ച പോലും വിശ്രമിക്കാതെ നിന്നെയും കുഞ്ഞിനെയും ഒരു കുറവ് പോലും ഇല്ലാതെ നോക്കിയതിനും പറയടി പുല്ല്. മദ്യമോ മറ്റു ലഹരികളോ ഒന്നും വേണ്ടാന്ന് വെച്ച് 1 രൂപ പോലും കളയാതെ നീ എന്റെ ഭാഗ്യവും എന്റെ ദൈവം എന്ന് വിചാരിച്ച് എനിക്ക് തെറ്റി. എടി, കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളും പൊരുത്തക്കേടുകളും ഉണ്ടാവും. അത് മുതലെടുക്കാൻ കുറെ തെണ്ടികൾ വാട്സപ്പും ഫേസ്ബുക്കുമായി ഇരിപ്പുണ്ട്. അവനൊക്കെ ഒന്ന് ചക്കരെന്ന് വിളിക്കുമ്പോ കൂടെ പോയി കിടന്നു കൊടുത്തല്ല പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. ആദ്യമേ മനുഷ്യനാവണം, നല്ല മനസ്സാക്ഷിയുള്ള മനുഷ്യൻ. ഇനി എന്റെ കൂടെ നീ ജീവിക്കണ്ട. എന്റെ സ്വപ്നത്തിലുള്ള പുരുഷന്റെ കൂടെ പോയി ജീവിക്കും. നാളെ വെളുക്കുമ്പോ നിന്നെ